ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പോരാട്ട ഭൂമിയായി പശ്ചിമ ബംഗാൾ വീണ്ടും മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ ദശകങ്ങളായി രാഷ്ട്രീയ ആക്രമണങ്ങളുടെയും വലിയ മാറ്റങ്ങളുടെയും കഥകൾ കേൾക്കുന്ന ബംഗാളിൽ നിന്ന് ഇപ്പോൾ വരുന്നത് നിർണായകമായ വാർത്തകളാണ്. പശ്ചിമ ബംഗാളിലെ ഹാൽദിയയിൽ നടന്ന വൻ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഗതി നിശ്ചയിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. കേവലം ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എന്നതിലുപരി മമതാ ബാനർജി സർക്കാരിനെതിരെ അതിശക്തമായ വിമർശനങ്ങളും ബംഗാളിന്റെ ഭാവി മാറ്റിയെഴുതാൻ 6 പ്രധാന ഗ്യാരണ്ടികളുമാണ് മോദി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ ബംഗാളിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് മമതാ സർക്കാരിനെതിരെ ഇത്രയും രൂക്ഷമായ ആരോപണങ്ങൾ ഉയരുന്നത്? മോദി വാഗ്ദാനം ചെയ്യുന്ന 6 ഗ്യാരണ്ടികൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ബംഗാൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വലിയ സാംസ്കാരിക പൈതൃകവും വിപ്ലവ ചരിത്രവുമാണ്. എന്നാൽ ഇന്ന് ആ ചിത്രം മാറിയിരിക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു സംസ്ഥാനമായി ബംഗാൾ മാറിയെന്ന് അദ്ദേഹം പറയുന്നു. ജനങ്ങൾ ഭയത്തിന്റെ നിഴലിലാണ് കഴിയുന്നത്. രാഷ്ട്രീയ എതിരാളികൾ വേട്ടയാടപ്പെടുന്നു. സർക്കാരിന് നീതി കിട്ടാത്ത സാഹചര്യം നിലനിൽക്കുന്നു. ബംഗാളിലെ ഓരോ ഗ്രാമത്തിലും അഴിമതി വേരൂന്നിയിരിക്കുകയാണെന്നും വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണെന്നുമാണ് നിലവിലെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കുന്നത്. ഒരു കാലത്ത് വ്യവസായങ്ങളിൽ മുൻപന്തിയിലായിരുന്ന ബംഗാൾ ഇന്ന് തൊഴിലില്ലായ്മയുടെയും രാഷ്ട്രീയ ഗുണ്ടായിസത്തിന്റെയും പിടിയിലാണെന്ന വലിയ പരാതികൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാണ്. മമതാ ബാനർജിയുടെ ഭരണത്തെ ഗുണ്ടാരാജ് എന്നും സിൻഡിക്കേറ്റ് ഭരണമെന്നുമാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. സംസ്ഥാനത്തെ പ്രധാന വ്യവസായമായ കന്നുകാലിക്കടുത്ത് മാറിയെന്നും ഇതിനെല്ലാം ഭരണകൂടത്തിന്റെ ഒത്താശയുണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു. തൃണമൂൽ നേതാക്കൾ വികസനത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് തങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കാനാണെന്ന ആരോപണം ഇപ്പോൾ ബംഗാളിൽ ശക്തമാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ മമതാ സർക്കാർ ബോധപൂർവം ശ്രമിക്കുന്നു എന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പദ്ധതികളുടെ പേരിനൊപ്പം പ്രധാനമന്ത്രി എന്ന് ഉള്ളതുകൊണ്ട് മാത്രം അവ തടയുന്നത് ബംഗാളിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മോദി പരിഹസിച്ചു. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലും ബംഗാൾ പിന്നോട്ട് പോയിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നതും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ മുതൽ സാധാരണ കർഷകർ വരെ വഞ്ചിക്കപ്പെട്ട ഒരു ഭരണമാണ് ബംഗാളിൽ നടക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി പ്രധാനമായിട്ടും പറയുന്നത്. ഈ തകർച്ചയിൽ നിന്ന് ബംഗാളിനെ കരകയറ്റാൻ മോദി ഗ്യാരണ്ടി എന്ന പേരിൽ 6 പ്രധാന വാഗ്ദാനങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒന്നാമതായി ഭയത്തിന് പകരം വിശ്വാസം. ബംഗാളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഭയത്തിന്റെ അന്തരീക്ഷം BJP സർക്കാർ മാറ്റും. ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉറപ്പാക്കും. 2, ഉത്തരവാദിത്തമുള്ള ഭരണം. സർക്കാർ ഉദ്യോഗസ്ഥരും ഭരണ സംവിധാനവും ജനങ്ങളോട് പൂർണ്ണമായും ഉത്തരവാദിത്തമുള്ളവരായിരിക്കും. ആർക്കും പരാതിയുമായി സർക്കാരിനെ സമീപിക്കാൻ പേടിക്കാത്ത സാഹചര്യം ഉണ്ടാകും. 3, അഴിമതി ഫയലുകൾ തുറക്കും. തൃണമൂൽ ഭരണകാലത്ത് നടന്ന ഓരോ അഴിമതിയും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും വീണ്ടും അന്വേഷിക്കും. കുറ്റവാളികൾ എത്ര വലിയവരായാലും അവർ ശിക്ഷിക്കപ്പെടും. 4, അഴിമതിക്കാർക്ക് ജയിൽ. അഴിമതിയിൽ പങ്കുചേർന്ന ആരും നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടില്ല. അത് ഒരു മന്ത്രി ആയാലും ശരി, ഒരു തൃണമൂൽ ഗുണ്ടയായാലും ശരി, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന അർഹമായ ശിക്ഷ നൽകും. 5, നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കും. രാജ്യത്തിന്റെ സുരക്ഷ കണക്കിലെടുത്ത് അനധികൃതമായി കടന്നുകൂടിയവരെ പുറത്താക്കും. എന്നാൽ അഭയാർത്ഥികളായി എത്തിയവർക്ക് എല്ലാ ഭരണഘടനാപരമായ അവകാശങ്ങളും സംരക്ഷണവും BJP സർക്കാർ നൽകും. 6, ശമ്പള കമ്മീഷനാണ്. ബംഗാൾ സർക്കാർ ജീവനക്കാരുടെ ദീർഘകാല ആവശ്യമായ 7ാം ശമ്പള കമ്മീഷൻ BJP അധികാരത്തിൽ വന്നാലുടൻ നടപ്പിലാക്കും. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് മാറ്റത്തിനുള്ള അവസരമാണ്. പ്രധാനമന്ത്രി മോദിയുടെ ഈ ഗ്യാരണ്ടികൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഹാൽദിയയിലെ വൻ ജനപങ്കാളിത്തം സൂചിപ്പിക്കുന്നത് ബംഗാൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ്. മമതാ ബാനർജിയുടെ 10 വർഷത്തിലേറെ നീണ്ട ഭരണത്തിന് മോദിയുടെ ഈ പ്രഖ്യാപനങ്ങൾ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഡബിൾ എഞ്ചിൻ സർക്കാർ ബംഗാളിന്റെ വികസനത്തിൽ മാന്ത്രികത കാണിക്കുമെന്ന് BJP അവകാശപ്പെടുമ്പോൾ ഇതിനെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ബംഗാളിലെ ഓരോ സാധാരണക്കാരന്റെയും വോട്ട് ആരുടെ പക്ഷത്താകുമെന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്.
പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു വോട്ടർ പട്ടിക പുതുക്കലല്ല, മറിച്ച് വർഷങ്ങളായി മമതാ ബാനർജി കെട്ടിപ്പടുത്ത അഴിമതിയുടെയും നുഴഞ്ഞുകയറ്റത്തിന്റെയും രാഷ്ട്രീയ കോട്ടകൾ തകർക്കപ്പെടുകയാണ്. അവിടെ വ്യാജ വോട്ടർമാരെ പുറത്താക്കുമ്പോൾ അത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് പറയുന്ന മമതയോട് അവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷത്തിന്റെ ബംഗാളിലെ ജനസംഖ്യാ നിരക്കിലുണ്ടായ അസ്വാഭാവികമായ വർധനവ് താങ്കൾ കണ്ടില്ലെന്ന് നടിക്കുകയാണോ എന്നാണ്. നുഴഞ്ഞുകയറ്റക്കാരെ അതിർത്തി കടത്തിക്കൊണ്ടുവന്ന അവർക്ക് വോട്ടവകാശവും ആനുകൂല്യങ്ങളും നൽകി സ്വന്തം വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കിയ മമതയുടെ തന്ത്രങ്ങൾ ഇനി നടപ്പില്ല. നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ കീഴിൽ ഇന്ത്യയുടെ ഓരോ ഇഞ്ചും സുരക്ഷിതമാണ്. അർഹതപ്പെട്ടവർക്ക് മാത്രം അംഗീകാരം എന്നതാണ് ഈ സർക്കാരിന്റെ നയം. വോട്ടർ പട്ടികയിലെ ഈ ശുദ്ധീകരണം വഴി യഥാർത്ഥ പൗരന്മാരുടെ വോട്ടിന് ഇന്ന് കൂടുതൽ മൂല്യം ലഭിച്ചിരിക്കുകയാണ്. വ്യാജ വോട്ടർമാരെ വെച്ച് ഭരണം നിലനിർത്താമെന്ന മമതയുടെ മോഹത്തിനും അവിടെ ബംഗാളിൽ തിരശ്ശീല വീണിരിക്കുകയാണ്. ഭക്ഷണത്തിന്റെയോ ഭാഷയുടെയോ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന മമത ഒരു കാര്യം ഓർക്കുക, ബംഗാളിലെ ജനങ്ങൾ വിവേകമുള്ളവരാണ്. അവർക്ക് വികസനം വേണം, അവർക്ക് സുരക്ഷ വേണം, എല്ലാത്തിലും ഉപരി അവർക്ക് നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനം വേണം. ആക്രമ രാഷ്ട്രീയത്തിലൂടെയും വർഗീയ ധ്രുവീകരണത്തിലൂടെയും ഇനിയും അധികാരത്തിൽ തുടരാമെന്ന് മമത കരുതുന്നുണ്ടെങ്കിൽ അത് വെറും മോഹം മാത്രമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മമതയുടെ ഈ ഏകാധിപത്യ ഭരണത്തിനുള്ള അന്ത്യവിധിയായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾക്കൊപ്പം നിൽക്കാൻ നുഴഞ്ഞുകയറ്റക്കാരില്ലാത്ത ശാന്തമായ ഒരു ബംഗാൾ കെട്ടിപ്പടുക്കാൻ BJPക്ക് കരുത്ത് നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മമതയുടെ ഭരണത്തിൽ ബംഗാൾ ഇന്ന് ആക്രമണങ്ങളുടെ നാടായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികളെ കായികമായി നേരിടുന്നതും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ പോലും വോട്ട് ചെയ്യാൻ ജനങ്ങളെ അനുവദിക്കാത്തതും നമ്മൾ ബംഗാളിൽ കണ്ടതാണ്. വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നത് മമതയുടെ രാഷ്ട്രീയ ശൈലിയുടെ ഒരു ഭാഗമാണ്. ഇപ്പോൾ കേന്ദ്ര ഏജൻസികളും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇടപെട്ട് ഈ കള്ളക്കളി തടയുമ്പോൾ അവർക്ക് കോടതിയിൽ അഭയം തേടേണ്ടി വരുന്നു. ഇത് സത്യത്തിന്റെ വിജയമാണ്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ. ബംഗാളിലെ നുഴഞ്ഞുകയറ്റം രാജ്യത്തിന് ഭീഷണിയാണെന്ന് അദ്ദേഹം പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ഈ വോട്ടർ പട്ടികയിലെ വ്യാജന്മാരെ കണ്ടെത്തിയത് അമിത്ഷായുടെ കൃത്യമായ ആസൂത്രണത്തിന്റെ ഫലമാണ്. മമതാ ബാനർജി വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട അതിർത്തികൾ തുറന്നിട്ടപ്പോൾ നിയമപരമായ പരിശോധനകളിലൂടെ ആ പഴുതുകൾ അടയ്ക്കുകയാണ് മോദി ഭരണകൂടം ചെയ്തത്. ഈ ചാണക്യതന്ത്രങ്ങളിലൂടെ തൃണമൂലിന്റെ അടിത്തറ ഇളക്കാൻ അമിത്ഷായ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. മറുവശത്ത് നരേന്ദ്രമോദി തന്റെ വികസന പ്രവർത്തനങ്ങളിലൂടെ ബംഗാളിലെ സാധാരണക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കുമ്പോൾ അമിത്ഷാ പാർട്ടി സംവിധാനത്തെ ശക്തമാക്കി മമതയുടെ അഴിമതി ഭരണത്തെ ഓരോ വാർഡുകളിലും ചോദ്യം ചെയ്യുകയാണ്. ഈ ഇരട്ട പ്രഹരമേറ്റാണ് മമത ഇപ്പോൾ സമനില തെറ്റിയതുപോലെ അവിടെ സംസാരിക്കുന്നത്. ഈ വോട്ടർമാരെ പുറത്താക്കിയത് BJP അല്ല, മറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷേ ആ കള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുക്കിയത് മോദി സർക്കാരിന്റെ ഇച്ഛാശക്തി തന്നെയാണ്. അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഓരോ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി പുറത്താക്കുമെന്ന വാക്കിന്റെ നടപ്പിലാക്കലാണ് നമ്മൾ ഇപ്പോൾ ബംഗാളിൽ കാണുന്നത്. ബംഗാളിന്റെ മണ്ണിൽ അനധികൃതമായി താമസിച്ച് വോട്ട് രേഖപ്പെടുത്തി ഇന്ത്യയുടെ വിധി നിശ്ചയിക്കുന്ന കാലം അവസാനിച്ചു. മമത എത്ര തന്നെ കോടതിയിൽ പോയാലും BJPയുടെയും മോദി ഷാ കൂട്ടുകെട്ടിന്റെയും ഈ പോരാട്ടം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ബംഗാളിലെ യഥാർത്ഥ പൗരന്മാർക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. മമതാ ബാനർജി എന്ന ഏകാധിപതിയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ മോദിയും അമിത്ഷായും ചേർന്നൊരുക്കിയ ഈ പടയോട്ടം ഇനി തടയാൻ ആർക്കും കഴിയില്ല. വ്യാജ വോട്ടർമാരുടെ പിൻബലത്തിൽ ജയിച്ചു വരാമെന്ന തൃണമൂലിന്റെ മോഹം ഈ തിരഞ്ഞെടുപ്പോടെ അവസാനിക്കും. നുഴഞ്ഞുകയറ്റക്കാരില്ലാത്ത, ആക്രമണങ്ങളില്ലാത്ത, ശാന്തിയും സമാധാനവുമുള്ള ഒരു സുവർണ ബംഗാൾ കെട്ടിപ്പടുക്കാൻ മോദി ഷാ കൂട്ടുകെട്ടിന് ജനങ്ങൾ പിന്തുണ നൽകുമെന്ന് ഉറപ്പാണ്. പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു രാഷ്ട്രീയ യുഗത്തിന്റെ അന്ത്യമാണ്. ഇത്രയും കാലം ദീദി ബംഗാൾ ഭരിച്ചിരുന്നത് ജനപിന്തുണ കൊണ്ടല്ല, മറിച്ച് നുഴഞ്ഞുകയറ്റക്കാരെയും വ്യാജ വോട്ടർമാരെയും ഉപയോഗിച്ചുള്ള കൃത്രിമങ്ങളിലൂടെയാണ്. വോട്ടർ പട്ടികയിലെ ഈ ശുദ്ധീകരണം വെറുമൊരു നടപടിയല്ല, മറിച്ച് ബംഗാളിലെ യഥാർത്ഥ പൗരന്മാരുടെ അവകാശങ്ങൾ തിരിച്ചുപിടിക്കലാണ്. മോദി സർക്കാരും അമിത്ഷായും ചേർന്ന ഈ പഴുതുകൾ അടയ്ക്കുമ്പോൾ ജനാധിപത്യം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ബംഗാളിൽ നടപ്പിലാക്കുകയാണ്. ദീദി ഇപ്പോൾ പയറ്റുന്ന ഈ ഭക്ഷണത്തിന്റെയും ഭാഷയുടെയും രാഷ്ട്രീയമൊന്നും ഇത്തവണ ചെലവാകാൻ പോകുന്നില്ല. ജനങ്ങളെ വികസനത്തിന്റെ പേരിൽ നേരിടാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ദീദി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ബംഗാളിന് വാഗ്ദാനം ചെയ്യുന്നത് വികസനമാണ്, തൊഴിലാണ്, സുരക്ഷയാണ്. അമിത്ഷായുടെ കർക്കശമായ നിലപാടുകൾ നുഴഞ്ഞുകയറ്റക്കാർക്ക്
അന്ത്യശാസനം നൽകിക്കഴിഞ്ഞു. ഏപ്രിൽ 23-ന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ വ്യാജന്മാരുടെ തണലില്ലാതെ ഭയമില്ലാതെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തും. അത് മമതാ ബാനർജിയുടെ ഏകാധിപത്യത്തിനുള്ള മറുപടിയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയൊരു ബംഗാളിനായുള്ള ചുവടുവെപ്പുമായിരിക്കും. അഴിമതിയും ആക്രമണവും നുഴഞ്ഞുകയറ്റവും ഇല്ലാത്ത സാംസ്കാരികമായി ഉന്നതിയിലുള്ള ആ പഴയ ബംഗാളിനെ നമുക്ക് തിരികെ കൊണ്ടുവരണം. മമതയുടെ നാടകങ്ങൾക്ക് ബംഗാളിൽ കർട്ടൻ വീഴാൻ സമയമായി. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.